ഇന്ന് ഒട്ടനേകം ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കടബാധ്യത. കടങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഈ അവസ്ഥയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനങ്ങൾ ഏറ്റുപറഞ്ഞ് ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കടബാധ്യത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, ഒന്നിനും കുറവില്ലാത്തവനായ അങ്ങയുടെ പുത്രനായി എന്നെ ഏറ്റെടുത്തിരിക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിൻ്റെയും പരിപാലകനും സകല സമ്പത്തിൻ്റെയും ഉടയവനുമായ അങ്ങയുടെ ആശ്രിതരെ ഒരു കുറവുമില്ലാതെ പരിപാലിക്കുന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നാൽ പിതാവേ, അങ്ങയുടെ ഈ മകന്റെ കുടുംബം കടബാധ്യതകളാൽ വലയുന്നു. എത്ര ശ്രമിച്ചിട്ടും കൊടുത്തു തീർക്കുവാൻ പറ്റാത്ത കടങ്ങൾ അടിയനെ അലട്ടുന്നു. ഓരോ കടവും തീർക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റനേകം പുതിയ കടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതകാലം മുഴുവൻ ശ്രമിച്ചാലും എനിക്ക് ഇന്നുള്ള കടങ്ങൾ തീരുകയില്ല. യാചിക്കുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. കർത്താവേ, ഈ സാഹചര്യത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് എൻ്റെ കണ്ണുകൾ ഉയർത്തുന്നു. പിതാവേ, അങ്ങ് കനിഞ്ഞ് അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അടിയന്റെ പാപകടങ്ങൾ ക്ഷമിക്കണമേ. കടം തന്നവരുടെ ഹൃദയങ്ങളിൽ എന്നോട് അലിവ് തോന്നിക്കണമേ. എൻ്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കണമേ. അങ്ങനെ കടബാധ്യതകൾ തീരുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഇനി പറയുന്ന 3 തിരുവചനങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. തോബീത്ത് 4-ാം അധ്യായം 21-ാം തിരുവചനം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്കാധി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രഭാഷകൻ 11-ാം അധ്യായം 21-ാം തിരുവചനം. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ജോഷുവ 1-ാം അധ്യായം 8-ാം തിരുവചനം. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങു തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ.
ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നകന്നിരിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരിക. അങ്ങേ വെളിവിൻ്റെ കതിരുകളെ ആകാശത്തിൽ നിന്നയക്കണമേ. അഗതികളുടെ പിതാവേ, ദാനങ്ങൾ കൊടുക്കുന്നവനെ, ഹൃദയത്തിൻ്റെ പ്രകാശമേ, എഴുന്നള്ളി വരിക. എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ, ആത്മാവിന് മധുരമായ വിരുന്നേ, മധുരമായ തണുപ്പേ, കരച്ചിലിൽ സ്വൈര്യമേ, എഴുന്നള്ളി വരിക. എത്രയും ആനന്ദത്തോടു കൂടിയായിരിക്കുന്ന പ്രകാശമേ, അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അങ്ങേ വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല. അറപ്പുള്ളത് കഴുകുക, വാടിപ്പോയത് നനയ്ക്കുക, മുറിവേറ്റിരിക്കുന്നത് വെച്ചുകെട്ടുക, രോഗികളെ സുഖപ്പെടുത്തുക, കടുപ്പമുള്ളത് മയപ്പെടുത്തുക, തണുത്തത് ചൂട് പിടിപ്പിക്കുക, നേർവഴി അല്ലാതെ പോയത് തിരിക്കുക. അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ 7 വിശുദ്ധ ദാനങ്ങൾ നൽകുക. പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക. ഓ പരിശുദ്ധാരൂപിയെ, എൻ്റെ ആത്മാവിൻ്റെ സൗഖ്യമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ നിയന്ത്രിക്കണമേ, എന്നെ ആശ്വസിപ്പിക്കണമേ. ഞാൻ ചെയ്യേണ്ടത് എന്തെല്ലാമെന്ന് അങ്ങ് എന്നോട് പറയുക. അങ്ങ് എന്നോട് ആജ്ഞാപിക്കുക, ഞാൻ അനുസരിക്കട്ടെ. ഓ പരിശുദ്ധാരൂപിയെ, എൻ്റെ രാജാവായിരിക്കണമേ. എന്നെ തന്നെ അങ്ങയുടെ അടിമയായി ഞാൻ സമർപ്പിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ.